പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വിഷുവിളക്ക് എന്ന കഥ കേൾക്കൂ. വിഷു കഴിഞ്ഞിട്ടും കാട്ടിലെ ആഘോഷങ്ങൾ അവസാനിച്ചില്ല. പഞ്ചാര പായസം കഴിഞ്ഞിട്ടും പഞ്ചാരി മേളത്തിൻ്റെ മുഴക്കം മാറിയിട്ടില്ല. കൊമ്പന്മാർക്കാണ് ഏറെ ഉത്സാഹം. അവർ കൊന്നപ്പൂക്കൾ കൊണ്ടുണ്ടാക്കിയ നെറ്റിപ്പട്ടം കെട്ടി നിരന്നു നിന്നു. സൂര്യപ്രകാശത്തിൽ അവ തിളങ്ങി. സുന്ദരന്മാരായ ആനകൾ നിരനിരയായി നിൽക്കുമ്പോൾ അത് ഒരു ഉത്സവ ഘോഷയാത്ര പോലെ തന്നെയായിരുന്നു. പനയോല വിശറികളും ഓലക്കുടകളും പിടിച്ച് ആനകളുടെ മേൽ കുരങ്ങന്മാർ കയറി നിന്നു. അവർ ആ കുടകൾ മനോഹരമായി കറക്കും. വിശറികൾ മെല്ലെ വീശുമ്പോൾ കാറ്റും സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. ആനകളുടെ നടുവിലുള്ള വലിയ കൊമ്പന് മുകളിൽ കാട്ടുമുത്തിയുടെ തിടമ്പുമായി കരടി മാമൻ ഇരുന്നു. കരുതലോടെ തിടമ്പ് പിടിച്ചുകൊണ്ടിരുന്ന മാമന്റെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ തിളക്കം. മയിലുകൾ പീലി വിടർത്തി നൃത്തം വച്ചു. കുയിലുകൾ മധുരഗീതം മുഴക്കി. കുട്ടിക്കുരങ്ങന്മാർ ചെണ്ട കൊട്ടി. കുട്ടൻ കരടിയും കൂട്ടുകാരും കുഴൽ വിളിച്ചു. തകിട തകിട എന്ന ശബ്ദം കാടെങ്ങും മുഴങ്ങി. പക്ഷികൾ ആ ശബ്ദത്തിനൊപ്പം പാടുകയും മാൻകുട്ടികൾ നൃത്തം ചെയ്യുകയും ചെയ്തു. മുയലുകളുടെ തുള്ളിച്ചാട്ടത്തിന് ഏറെ കൗതുകമുണ്ടായിരുന്നു. ആ ആഘോഷത്തിനിടയിൽ ആരും വലിയവനോ ചെറിയവനോ ആയിരുന്നില്ല. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ഒരുമിച്ച് സ്നേഹത്തോടെ നിന്നു. സൂര്യൻ മറയുന്ന നേരത്ത് എല്ലാവരും ചേർന്ന് വിഷുവിളക്ക് തെളിച്ചു. ആ ചെറിയ വിളക്കിന്റെ പ്രകാശം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വെളിച്ചമായി പടർന്നു. അന്ന് കാട് ഒരു വലിയ കുടുംബമായി മാറി. സ്നേഹവും ഐക്യവും നിറഞ്ഞ മനോഹരമായ വിഷുവിളക്ക് കാടിന് ഐശ്വര്യമായി.